ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാൻ ചിത്ത എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴാണ് കണ്ടിട്ടുള്ളത്. എനിക്ക് ആദ്യമേ പറയാനായിട്ടുള്ളത്, ചിത്ത എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കാണാം. സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം ഇത് സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവൻ ഇപ്പോഴാണ് ഈ റിവ്യൂ ഒക്കെ കൊണ്ടുവരുന്നത്. സെപ്റ്റംബറിൽ ഇറങ്ങിയ പടമാണിത്. OTT ഇറങ്ങിയിട്ട് തന്നെ ഒരു മാസമാവാറായി. എനിക്ക് സിനിമ ഇറങ്ങിയ സമയത്ത് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു ഷോ മാത്രമേ എൻ്റെ തൃശ്ശൂർ രാഗത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് തുറന്നു വൻ കൊമേഴ്ഷ്യൽ സിനിമകളൊക്കെ വന്നപ്പോൾ ഈ ഒരു സിനിമ അങ്ങോട്ട് സൈഡായി പോയി എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. പിന്നീട് ഞാൻ അതിനെ പറ്റിയിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ കേട്ടു. സ്റ്റോറി എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ചേട്ടൻ്റെ മകളാണ്, ചേട്ടൻ മരിച്ചു, ഇത് ചേട്ടത്തിമ്മ മാത്രമുണ്ട്, മകളെ സ്വന്തം മകളെ പോലെ കാണാണ്. അങ്ങനെ ചുറ്റപ്പനായിട്ട് നടക്കുന്ന സമയത്ത് മകൾ മിസ്സിങ് ആവുന്നു, തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ സിനിമയുടെ പോക്ക് എങ്ങോട്ടായിരിക്കും, എന്തൊക്കെയായിരിക്കും, ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് കരയേണ്ടി വരും, അങ്ങനെ ഒരുപാട് പ്രിജുഡീസ് ആയിട്ടുള്ള മൈൻഡ് എനിക്ക് കുറച്ചൊക്കെ എൻ്റെ മനസ്സിലേക്ക് കയറിയതുകൊണ്ട് കാണാം എന്ന് വിചാരിച്ചാണ് മാറ്റിവെച്ചു. അതിനേക്കാളും ഇമ്പോർട്ടൻസ് ഉള്ള മറ്റ് സിനിമകളൊക്കെ അങ്ങനെ കണ്ട് കാണണം വേണം എന്നുള്ള രീതിയിൽ മാറ്റിവെച്ച് അവസാനം ഇപ്പോഴാണ് ഇത് കണ്ടത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ഉദ്ദേശിച്ച പടമല്ല സാർ. കാരണം ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറേ സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല ഒരു പടം എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ എത്ര പേര് കണ്ടാലും കണ്ടില്ലെങ്കിൽ പ്രശ്നമില്ല. കാരണം ഈ സിനിമ നിങ്ങൾ കാണണമെന്ന് മാത്രമാണ് എനിക്ക് ഇതിലൂടെ പറയാനായിട്ടുള്ളത്. സോ സിനിമ കാണാനായിട്ട് പ്രധാനമായിട്ടുള്ളത് ഗംഭീര പഠനങ്ങൾ, ഗംഭീരമായിട്ടുള്ളൊരു ടെക്നിക്കൽ സൈഡിൽ ഗംഭീരം എന്ന് പറയുമ്പോൾ ഭയങ്കര ഗംഭീരം എന്നാണ് ഞാൻ പറയുന്നത്. ഈ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങൾ, എഡിറ്റിംഗ് ആണെങ്കിലും സിനിമോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റാണ്. ഞാൻ പറയേണ്ട സംഭവങ്ങൾ പാട്ട് സിനിമയിൽ ഉണ്ടായിരുന്നില്ല, തുടക്കത്തിൽ ജസ്റ്റ് പോകുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് നന്നായിട്ടുണ്ടായിരുന്നു. ഗംഭീര പഠനം. സിദ്ധാർത്ഥ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തതിൽ അഭിനയിക്കാൻ കാണിച്ച ആ ഒരു സംഭവം, ആ ഒരു ക്യാരക്ടറിൻ്റെ പ്രകടനങ്ങളൊക്കെ കുറേ മൊമെൻറ്റ്സുകൾ സിനിമയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കുട്ടികളുടെ കുറച്ച് പ്രകടനം, സഹസ്രി എന്ന് പറയുന്ന സേട്ട എന്ന് പറയുന്ന ഒരു കുട്ടി, എസ്പെഷ്യലി മലയാളത്തിൽ നിന്ന് നമ്മുടെ അഞ്ജലി നായരും അതുപോലെ തന്നെ നിമിഷ സജനും ഒക്കെ ഉണ്ട്. നിമിഷ സജൻ്റെ ഒക്കെ എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ സിനിമയാണെന്ന് തോന്നുന്നു തമിഴിൽ. കാരണം ജിഗർദണ്ഡയാണ് ഞാൻ ആദ്യം കണ്ടത്. ഗംഭീര പഠനം. ആ ഒരു ക്യാരക്ടർ ഒരു ഇമോഷണൽ സിറ്റുവേഷനോട്ടൊക്കെ പോകുമ്പോൾ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യും. അത് എങ്ങനെ ചെയ്തു എന്നുള്ളതിന് അത്ഭുതം തോന്നാനും അത്ര രസകരമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സിനിമയിലൂടെ കൺവേ ചെയ്യുന്ന ഒരു കാര്യം, ഒരു മെസ്സേജ്, അത് എത്രത്തോളം പേർ കണക്റ്റായി എന്നറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ടത് കണക്റ്റായി. ആ സംഭവങ്ങളൊക്കെ സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ റീസെൻറ്റ് ടൈമിൽ കണ്ടിട്ടുള്ളതിൽ ഒരു മസ്റ്റ് വാച്ച് ഫിലിമായിട്ടാണ് ചിത്ത എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഓവർ എക്സാജറേറ്റഡ് ആയിട്ട് തോന്നാം. ഞാൻ പറഞ്ഞു എനിക്കൊരു സിനിമയെ പറ്റി ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളതിൻ്റെ നേരെ ഉൾട്ടയായിട്ടാണ് സിനിമ എനിക്ക് കിട്ടിയത്. അതുകൊണ്ടായിരിക്കാം ഞാൻ പേഴ്സണലി വളരെയധികം സിനിമ എൻജോയ് ചെയ്തു. ആ ഒരു സിനിമയിലൂടെ തന്നെ നമ്മൾ ഒരാളുടെ ലൈഫിലൂടെ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു എഫക്റ്റ് സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റി. ഡയറക്ടർ SU അരുൺകുമാർ, ഹാറ്റ്സ് ഓഫ് യു. ബെസ്റ്റ് ഫിലിമാണ് ഈ 2023 തന്നെ പറയാനായിട്ട് പറ്റും. എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. സോ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് സ്പോയിലറാണ് എന്ന് ഞാൻ ആദ്യമേ പറയുന്നു. സോ സിനിമ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം, അല്ലാത്തവരുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. സിനിമയിൽ പറഞ്ഞു വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോഴ്സ്ഡ് അല്ലാത്ത രീതിയിൽ, സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിൽ, അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് പല സിനിമകളിലും ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. അത് പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കാം. ഇതിൽ വരുന്ന വില്ലൻ കഥാപാത്രത്തെ കണ്ടു കഴിഞ്ഞാൽ വളരെ തങ്കപ്പെട്ടൊരു മനുഷ്യൻ. പക്ഷേ ആൾ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞാൽ ആൾ മുഖമൊക്കെ എടുത്ത് ഇങ്ങനെ രണ്ടോരോ വയ്ക്കാൻ തോന്നുന്നു റോഡിൽ. അതിനപ്പുറത്തേക്കൊക്കെ ചെയ്യാനായിട്ട് തോന്നും. അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓൾസോ നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നമ്മളെ വേദനിപ്പിച്ച ഒരാളെ തിരിച്ച് പ്രതികാരം ചെയ്യണം, അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് നഷ്ടമാവുന്ന ഒരുപാട് ഫ്യൂച്ചറിൽ ഒരുപാട് സമയങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന മൊമെൻറ്റ്സുകൾ കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ നഷ്ടമായി പോകും. അതിനെ പറ്റിയിട്ട് സിനിമ ഒന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതല്ല സംതിങ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ കൂടെയുള്ള ആളിനോടൊപ്പം കുറേ കാര്യങ്ങൾ ഇതിനപ്പുറത്തേക്കായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുണ്ട് നമ്മളൊക്കെ പറഞ്ഞു വയ്ക്കുന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഓരോ ക്യാരക്ടേഴ്സിനെയും പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓരോ ക്യാരക്ടേഴ്സും പോകുന്ന ആ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ, ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ, എസ്പെഷ്യലി സിദ്ധാർത്ഥിൻ്റെ കഥാപാത്രമൊക്കെ ഗംഭീരമാണ്. ഒരു കിണറിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് അതിൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് ഒരു സംഭവം മനസ്സിലാക്കിയിട്ട് അതിന് കെട്ടിപ്പിടിക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ, എൻ്റെ മോനെ അതിൽ ആ ഒരു സമയത്ത് പൊന്നെന്താണോ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന ആ ഒരു ഡയലോഗ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പാക്ട്ഫുള്ളായിട്ട് തോന്നിയിരുന്നു. ആൻഡ് ലാസ്റ്റിൽ ആ ഒരു ഹോസ്പിറ്റലിലെ ബെഡിൽ സേട്ടയുടെ ഒപ്പം ഈ സിദ്ധാർത്ഥ് കിടക്കുന്ന ആ ഒരു സീൻ, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു സീൻ കൊണ്ടുവരുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അതിനുശേഷം ഡയറക്റ്റഡ് ബൈ SU അരുൺകുമാർ നീതി കാണിക്കുന്നൊക്കെ അതൊക്കെ സൂപ്പറായിട്ട് തോന്നിയിരുന്നു. സംതിങ് ഇതൊരു നോർമലായിട്ടുള്ള ഒരു കുട്ടി മിസ്സാവുന്നു, ഒരുപാട് നമ്മളെ കരയിപ്പിക്കുന്നു, കുട്ടി തിരിച്ചു കിട്ടുന്നു, സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുന്നു എന്നുള്ള യൂഷ്വൽ സംഭവത്തിൽ നിന്ന് മാറി ഇതും ഒരു യൂഷ്വൽ പടം തന്നെയാണ്. പക്ഷെ അത് പ്രസൻറ്റ് ചെയ്ത രീതി കുറച്ചും കൂടി
വളരെ അടിപൊളിയായിട്ടാണ് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് പറയുന്നുണ്ടായിരിക്കാം സിനിമ ഒരു തരത്തിലും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മണ്ണന്മാരാണെന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം. എനിക്കതിനോട് തീരെ യോജിപ്പില്ല. തീർച്ചയായിട്ടും സിനിമ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് പോസിറ്റീവായിട്ട് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും ഒക്കെ തീർച്ചയായിട്ടും സിനിമ സഹായിക്കുന്നുണ്ട്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങൾ, മറ്റൊരാളുടെ വിഷമം സങ്കടങ്ങൾ കാര്യങ്ങൾ നമ്മുടേതാണെന്നുള്ള രീതിയിൽ തോന്നിപ്പിച്ച് അവരനുഭവിക്കുന്ന വിഷമങ്ങളും കാര്യങ്ങളാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും ഇമോഷണലാണെങ്കിലും നമ്മുടെയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാൻ പാകമുള്ള വലിയൊരു പവർഫുള്ളായിട്ടൊരു സംഭവമാണ് സിനിമ. ഇതിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അങ്ങനെയാണ് കണക്ട് ചെയ്യാനായിട്ട് എനിക്ക് ഫീൽ ചെയ്യിപ്പിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം. സോ ഈ റീസെൻ്റ് ഇറങ്ങിയതിൽ ബെസ്റ്റ് മൂവി എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം അത്ര രസകരമായിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ട് തോന്നാം. അതിന് മാത്രമുള്ള പടമൊക്കെ ഉണ്ടോ കണ്ടവരൊക്കെ തോന്നും. ഞാൻ പറഞ്ഞു ഞാനൊരു ഏത് മൈൻഡിലാണ് ഞാൻ ഈ സിനിമ കണ്ടതെന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കി നോക്കുക. എസ് വരുൺകുമാർ ഡയറക്ടർ, ഹെഡ്സ് ഓഫ് യു. ഓൾസോ സന്തോഷ് നാരായണൻ്റെ ഗംഭീര മ്യൂസിക്, അതിനൊക്കെ ഗംഭീരമായിട്ട് പറയുകയാണ്. 2 കുട്ടികളുടെ പഠനം, എല്ലാവരും പഠനം സൂപ്പറായിട്ടുണ്ട്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കി നോക്കുക. ഈ റീസെൻറ്റ് ടൈമിൽ ഇറങ്ങിയിട്ടുള്ള നല്ലൊരു ഇമോഷണലി നമ്മൾ കണക്റ്റ് ആക്കുന്ന നല്ലൊരു ബെസ്റ്റ് ഫിലിമാണ് ചിത്ത എന്ന് പറയുന്നത്. സോ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരുന്നു പരിഗണിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.